കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട മറിയൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാഹിൻ സാലിമിന്റെ നടപടി വലിയ വിവാദമായി. കുറ്റം സമ്മതിക്കണ്ടേ എന്ന അടിക്കുറിപ്പോടെ ആവനാഴി എന്ന സിനിമയിലെ ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടായിരുന്നു SIയുടെ ഈ പോസ്റ്റ്. സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മോഷ്ടാവിനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന രംഗങ്ങളാണ് SI പോസ്റ്റ് ചെയ്തത്. പോലീസുകാരുടെ ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതുമാണ് SIയുടെ ഈ പോസ്റ്റ് എന്ന് ചൂണ്ടിക്കാട്ടി വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇടുമ്പോൾ മാഹിൻ സലീം സമാനമായ ഒരു കേസിൽ ഇതിനോടകം തന്നെ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥനാണെന്നതും ശ്രദ്ധേയമാണ്. കോതമംഗലം സ്റ്റേഷനിൽ SI ആയി ജോലി ചെയ്യുന്ന സമയത്ത് SFI പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതിനാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചത്. വിദ്യാർത്ഥിയെ സ്റ്റേഷനകത്ത് വലിച്ചിഴച്ച് കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. ഈ സംഭവം പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെ കുറിച്ചാണ് വലിയ ചർച്ചകൾ വഴിവെച്ചിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ നിയമവിരുദ്ധമായ കസ്റ്റഡി മർദ്ദനങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് പോലീസിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് വെല്ലുവിളിയാക്കുന്നത്. കുറ്റകൃത്യങ്ങൾ തടയുക എന്നതിലുപരി നീതിപൂർവമായ അന്വേഷണത്തിലൂടെയും നിയമപരമായ നടപടികളിലൂടെയും കുറ്റവാളികളെ കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ ചുമതല. എന്നാൽ സിനിമാ രംഗങ്ങൾ ഉപയോഗിച്ച് മർദ്ദനമുറകളെ ന്യായീകരിക്കുന്നത് പോലീസുകാർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് നിയമപരമായ മാർഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. സത്യം കണ്ടെത്താൻ മർദ്ദനം ആവശ്യമാണെന്നുള്ള ഈ നിലപാട് ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണ്. ഈ വിവാദ പോസ്റ്റ് വന്ന ഉടൻ തന്നെ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പോലീസിന്റെ ക്രൂരതകളെ സാധാരണവൽക്കരിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നിരവധി പേർ രംഗത്തെത്തി. ഒരു പോലീസുകാരൻ ഇങ്ങനെ ചെയ്യുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അത് കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അവർ ആരോപിക്കുന്നു. കേരള പോലീസ് സേനയുടെ ഔദ്യോഗിക ചിഹ്നം പങ്കുവച്ചും SIയുടെ നടപടിയെ നിരവധി പേർ വിമർശിച്ചു. കേരള പോലീസിന്റെ ആധുനികവൽക്കരണത്തെ കുറിച്ച് സർക്കാർ നിരന്തരം അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴയകാല പോലീസ് സമീപനങ്ങൾ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥർ സേനയിൽ ഉണ്ടെന്നത് ഒരു പോരായ്മയായി വിലയിരുത്തപ്പെടുന്നു. ഒരു വശത്ത് സൈബർ കുറ്റകൃത്യങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കേസുകൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കുറ്റം സമ്മതിപ്പിക്കാൻ മർദ്ദനത്തെ ആശ്രയിക്കണമെന്ന നിലപാട് സേനയുടെ പ്രൊഫഷണലിസത്തിന് തന്നെ മങ്ങലേൽപ്പിക്കുന്നതാണ്. ഈ സംഭവത്തെ കുറിച്ച് പോലീസ് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇത്തരം പോസ്റ്റുകൾ സേനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമാണെന്നും സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട്. അവ ലംഘിക്കുന്നവർക്കെതിരെ വകുപ്പ് തല നടപടികൾ സാധാരണമാണ്. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടിയെടുക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ലഭിച്ച സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള മാഹിൻ സാലിമിന്റെ മുൻകാല ചരിത്രം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോസ്റ്റ് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. ഇത് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു മനോഭാവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മനോഭാവം സമൂഹത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഈ കഥകൾ വിലയിരുത്തപ്പെടുന്നു.